പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിടിയുടെ റെസിപ്പിയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം പിടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പിടിയുടെ റെസിപ്പിയാണ്. പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് തേങ്ങയും സവോളയും പെരിഞ്ചീരകവും കൂടി ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് പത്തിരിപ്പൊടിയും 3/4 കപ്പ് പുട്ടിൻ്റെ പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 പൊടിയും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1/4 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങയും പെരിഞ്ചീരകവും സവോളയും കൂടെ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വെള്ളം തിളച്ച് വരുമ്പോൾ ആദ്യം പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നൈസായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. 1/2 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴേക്ക് ഈ കൂട്ട് റെഡിയായിട്ട് കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പരുവാകുമ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് സമയം നന്നായിട്ട് ബലം കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കാം. മസാലയൊക്കെ ഈ പിടിയിൽ നന്നായിട്ട് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് നടുഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ പിടിയെല്ലാം ബോളുകളാക്കിയതിന് ശേഷം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിടി വേകുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം. പിടി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു സവോളയുടെ 3/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം നേരത്തെ തേങ്ങ അരച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എരിവ് താല്പര്യമുള്ളവർക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. കൂട്ടുകളൊന്നും കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ പിടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴന്നു വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചേരുവകളെല്ലാം വഴന്നു വന്നു കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്ക് പൊടികൾ നന്നായിട്ട് മൂത്ത് വരും. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരണം. തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 300-350 ഗ്രാം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീനൊന്ന് വെന്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ ചെമ്മീൻ തിളപ്പിച്ച് കൊടുത്താൽ മതി. ആ സമയമാകുമ്പോഴേക്ക് ചെമ്മീൻ വെന്ത് വരും. ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിരുന്ന പിടി ചേർത്ത് കൊടുക്കാം. പിടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിയിൽ പിടിച്ചു വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ തേങ്ങാപ്പാലും മസാലയൊക്കെ എല്ലാ പിടിയിലും ഒരേപോലെ പിടിച്ചു വരുള്ളൂ. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അധിക സമയം ഇളക്കി കൊടുക്കണ്ട. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് ഈ പിടിയുടെ ചാറൊക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.